Hey, what is up guys? Welcome back to my channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിലോ ആദ്യം കണ്ട പോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഡുവൽ ടോൺ, എങ്ങനെ നമ്മുടെ ഫോട്ടോയ്ക്ക് രണ്ട് കളേഴ്സ് നമുക്ക് പല രീതിയിൽ ഒരു ലൈറ്റ് തരുന്ന പോലെ കളേഴ്സ് നമ്മുടെ ഫോട്ടോയ്ക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ പല വെബ്സൈറ്റ്സുകളിലും ഇതുപോലത്തുള്ള ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. നമുക്ക് സാധാരണ ഇത് ഫോട്ടോ എടുക്കുമ്പം ലൈറ്റ് യൂസ് ചെയ്താണ് ഇതേ തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും താഴെ നിന്നും നമുക്കിഷ്ടമുള്ള രീതി അവരുടെ ക്രിയേഷൻ അനുസരിച്ച് അവരുടെ ഇഷ്ടമുള്ള രീതി പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റ് യൂസ് ചെയ്താണ് ഇതേ തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇതെങ്ങനെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഫേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പൈസ മുടക്കോ കാര്യങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് CCയിലാണുള്ളത്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഫോട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പി എടുക്കുവാണ്. ജസ്റ്റ് ഫോർ ഏറ്റവും അവസാനം നിങ്ങളെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ വേണ്ടി മാത്രം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ഞാൻ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനിയുള്ള സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു ന്യൂ ലെയർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിവിടെ കുറേ ടൂൾസ് നമ്മൾ കാണാം. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് പിന്നീട്. എന്നിട്ട് ഇവിടെ നിങ്ങൾ താഴെ വരുമ്പോൾ ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ടോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കളേഴ്സ്, ഗ്രേഡിയൻറ്റ് ടൈപ്പ് കളേഴ്സ് നമുക്ക് വന്നിരിക്കുന്നതാണ്. അവത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രേഡിയൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നൊരു മെനുവിലേക്ക് പോകും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൈൽസാണ് ഗ്രേഡിയൻറ്റിനകത്തുള്ളത്. നമ്മൾ സെക്കൻഡ് സ്റ്റൈലാണ് മിക്കവാറും യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക്, ആദ്യത്തെ കളർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ ഏതാണ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിലും ഒരു ലൈറ്റ് ബ്ലൂ കളർ യൂസ് ചെയ്തു. എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കും. ഓക്കെ അടിച്ചിട്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് എനിക്ക് കളർ കൊണ്ടുവരേണ്ടത്. ഒരു ബ്ലൂ കളർ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഒരു ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈൻ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താണ്. അപ്പം ഏകദേശം ലൈൻ എൻഡ് ചെയ്യുന്ന ആ ഫോട്ടോയിലുള്ള ആളുടെ കൈയുടെ അവിടം വരെയാണ്. അപ്പോൾ ലൈറ്റ് അവിടം വരെ വരും. ലൈറ്റല്ല, നമ്മൾ കൊടുക്കുന്ന കളറ് ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് അവിടം വരെ വരും. ഓക്കെ, ലുക്ക് ഓസം. അപ്പോൾ നമ്മുടെ ബ്ലൂ ലൈറ്റ് ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ സെയിം കാര്യം ഈ ഫസ്റ്റ് ലെയറിൽ തന്നെ റൈറ്റ് സൈഡിൽ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും അവിടെ മുകളിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക്, എനിക്കിഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. റെഡ് നല്ലതായിരിക്കും. ഞാൻ സെലക്ട് ലെഫ്റ്റ് സൈഡിലും ഞാൻ ഒരു ലൈറ്റ് റെഡ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ അടിച്ചു. സെയിം ഇവിടെ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്തു. ലുക്ക് അറ്റ് ദിസ്, സോ ഓസം. പക്ഷേ ഈ ഫോട്ടോ കാണുമ്പോഴേ അറിയാം ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഏകദേശം കാണുമ്പോഴൊക്കെ അറിയാം. ഇനി ഇതിച്ചൂടെ കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫിൽറ്ററിൻ്റെ അവിടെ ഫിൽറ്ററിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ബ്ലറിൻ്റെ അവിടെ ഗോസിയൻ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആവത്തെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ദാറ്റ് മീൻസ് ലെയർ 1 സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റർ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ലെയർ 1 എന്ത് കാര്യത്തിൻ്റെ ബ്ലർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലെയർ 1 രണ്ട് കളേഴ്സാണ്. അപ്പോൾ രണ്ട് കളേഴ്സിൻ്റെ ബ്ലർ ഞാൻ ഏകദേശം ഒരു 200% ആക്കുവാണ്. ഓക്കെ, നൗ ലുക്ക്, നമ്മുടെ ആ കളർ ഇച്ചിലൂടെ ഇപ്പോൾ കണ്ടോണം. കളർ ഇച്ചിലൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു ഹാർഷ് ആയിട്ടിരുന്ന കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് കളർ. ഞാൻ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോർമൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോർമൽ ഇത് ബ്ലെൻഡിങ് മോഡ്സ് ആണ്, ഡിഫറെൻറ്റ് ബ്ലെൻഡിങ് മോഡ്സ്. ഇപ്പോൾ നോർമലിലാണ് കിടക്കുന്നത്. കുറേ ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. നമ്മളിവിടെ ഇഷ്ടമുള്ള ലൈറ്റിന് അത് നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കളർ ഡോഡ്ജ് ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഹാർഡ് ലൈറ്റും സോഫ്റ്റ് ലൈറ്റൊക്കെ കൊള്ളാം. സോഫ്റ്റ് ലൈറ്റൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു സോഫ്റ്റ് ആയിട്ടൊരു റെഡ് കളറും ബ്ലൂ കളറും വന്നിരിക്കുന്നത് കാണാം. ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ യു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ് നല്ലത്? കളർ ഡോഡ്ജ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ യൂസ് ചെയ്തത് കളർ ഡോഡ്ജ്. എന്നിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റീവ് ഇതുമാണ്, ഫില്ലുമാണ്. ഞാൻ ഓപ്പോസിറ്റ് ഏകദേശം ഒരു
75% വെക്കുവാണ്. This looks nice. And fill ഞാൻ തീരെ കുറഞ്ഞു. യെസ്, ഏകദേശം ഒരു 95% ഫില്ലും ഓപ്പോസിറ്റ് 80%. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ലുക്സ് നൈസ്. ബട്ട് നിങ്ങൾ ഫേസിലേക്ക് നോക്കി കഴിയുമ്പോൾ കാണാം ഫേസിൽ ഒത്തിരി കളർ വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറേസർ ടൂൾ എടുക്കുക ആൻഡ് ഓപ്പോസിറ്റ് ഡിക്രീസ് ചെയ്യുക, ഫ്ലോയിൻ ഡിക്രീസ് ചെയ്യുക ആൻഡ് ഹാർഡ്നെസ് 0 എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ജസ്റ്റ് ഫേസിലൊന്ന് പെയിൻ്റ് അടിക്കുക. പെയിൻ്റ് അടിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക. ഓക്കെ, കുറച്ചുകൂടെ ഓപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യാം, ഫ്ലോയിങ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാം. ലുക്സ് നൈസ്. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഞാൻ 2 ഫോട്ടോസ് ഒന്ന് മെർജ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. നിങ്ങൾ കളർ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നിങ്ങളുടെ ക്രിയേറ്റീവൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ. ഇതാണ് ബിഫോർ. നമ്മൾ കിട്ടിയ ഫോട്ടോ ഇങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ ഡുവൽ ടോൺ എന്നുള്ള ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് ഓസം, ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് കാണാൻ. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഈ ടെക്നിക്ക് ഫേക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതാണ് വരെ എല്ലാവർക്കും ബൈ. സീ ഗൈസ് ലേറ്റർ.